നമസ്കാരം. പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് ഗ്രീൻ സ്ക്രീൻ എന്നും അതേപോലെ തന്നെ മൾട്ടി ക്യാമറ എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ലീനിയർ വൈപ്പ്, അതെങ്ങനെയാണ് പ്രീമിയർ പ്രോയിൽ യൂസ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോമിലേക്കും ചെന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ PNG ഇമേജസ് കണ്ടോ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കട്ടെ. PNG ഇമേജസുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഓൺലൈൻ വഴിയോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എന്ത് ചെയ്യുക, PNG ഇമേജസ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. JPG ഇമേജ് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് Ctrl+I അടിച്ചിട്ട് ഒരു JPG ഇമേജ് പറ്റില്ല എന്നല്ല, പക്ഷേ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് PNG ഇമേജസ് തന്നെ എടുക്കാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഗേൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ഞാനൊരു പിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു കണ്ടോ, ഇതൊക്കെ ഓൾറെഡി PNG ഇമേജസ് ആണ്. ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് വന്നത് കണ്ടോ, അതൊക്കെ ഓൾറെഡി ഒരു PNG ഇമേജസ് ആണ്. അപ്പോൾ ഈ ബ്ലാക്ക് വരാത്ത ഇമേജസ് എല്ലാം ഇത് ബ്ലാക്ക് അല്ല, അപ്പോൾ ഇതെന്തായിരിക്കും, JPG ഇമേജ് ആയിരിക്കും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, Ctrl+I അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഇമേജ് എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഒരു എൻ്റെ ഒരു പേഴ്സൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്ലവർ ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പിക്ക് എന്ത് ചെയ്യുക, JPG ആയിട്ടുള്ളൊരു പിക്ക് എന്ത് ചെയ്യുക, അത് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ടൈംലൈനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വലുതാക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഇന്ന് ലീനിയർ വൈപ്പ് ആഡ് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നേക്കാണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ തന്നേക്കാന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കളയാം. അതെങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിൽ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പ് അറിയാത്ത ആളുകളാണ് പ്രീമിയർ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ കൂടുതൽ ടോപ്പിക്കൊക്കെ അറിയാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുക, വീഡിയോ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടുന്ന് കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജ് എന്ത് ചെയ്യുക, JPG ആയിട്ട് PNG ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്തു, ടൈംലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എഫക്ട്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലീനിയർ വൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രീമിയർ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു എഫക്ട്സിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ ഇവിടെ സെർച്ച് കോളത്തിൽ ടൈപ്പ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ LINEAR ഓക്കെ, ലീനിയർ വൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതിങ്ങോട്ട് വലിച്ചിടുക. ഇപ്പോൾ നമ്മൾ ടൈമിൽ മൂവ് ചെയ്യുന്ന സമയത്ത് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ലീനിയർ വൈപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എഫക്ട്സ് കണ്ടോ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം കൂടുതൽ വൈപ്പിൻ്റെ കണ്ടോ ആംഗിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം, ചെരിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടോ. ഇപ്പം ഞാൻ നോക്കിയേ, ഈ ഒരു സംഭവം നോക്കിയേ, കണ്ടോ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് നമുക്ക് ഇന്ന് വൈപ്പിളിൻ്റെ ആംഗിൾ കണ്ടോ, ഇങ്ങനെ ചെരിച്ച് കണ്ടോ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഫെദർ ഇട്ട് കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് കണ്ടോ, അത് കട്ടായിട്ടെല്ലാം കണ്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഫെദർ 0 ഇട്ടിട്ട് കൊടുക്കുന്ന സമയത്താണ് നോക്കി, അത് കറക്റ്റ് ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് അത് കട്ടായി പോകുന്നത് കണ്ടോ. ഞാൻ ഇവിടുന്ന് ഫെദർ മാക്സിമം കൂടെ കൂട്ടിയിട്ട് കൊടുത്തു. ഫെദർ മാക്സിമം കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം, ചെയ്യുന്ന സമയത്ത് നോക്കി ഒരു ഇതുപോലെ തന്നെ ഉണ്ടോ. ഓക്കെ, ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലോഗോസുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ജ്വല്ലറി അഡ്വർടൈസ്മെൻറ്റ്സുകൾ, മറ്റേ ഈ ഡ്രസ്സിൻ്റെയൊക്കെ കട കിട്ടില്ല, കടയുടെ അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ലീനിയർ വൈപ്പ് ഞാൻ യൂസ് ചെയ്ത് കണ്ടേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഉദ്ഘാടനത്തിൻ്റെതൊക്കെ ഇനാഗുറേഷൻ്റെയൊക്കെ വീഡിയോസ് അതിനൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ലീനിയർ വൈപ്പ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചാലും കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ വയ്ക്കുക. ഒന്നല്ലെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാം, ഫ്രണ്ടിലേക്ക് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലേക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻ്റെ ഇതിലൊക്കെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ നീക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം കേട്ടോ, നേരെ അടിയിലേക്ക് കൊടുത്തു. അടിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് നോക്കിയേ, അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് ഗ്യാപ്പ് കുറച്ച് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഗ്യാപ്പ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് വയ്ക്കുകയാണേ. അത് പതിയെ ഇങ്ങനെ ഒരു വൈപ്പ് പോലെ വരണുണ്ടോ, അതായത് ഇപ്പോൾ ഒരു മെൽറ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീ ഫ്രെയിം റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട്
ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയല്ല കൊടുക്കുന്നത്, ഇങ്ങനെയല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാണ്, നേരെ അടിയിൽ നിന്ന് മേളിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വൈപ്പ് ആംഗിൾ എന്ത് ചെയ്തോളണം, ചേഞ്ച് ചെയ്തോളണം. ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഈ രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കേട്ടോ, അത് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വയ്ക്കുക. വൈപ്പ് ആംഗിൾ ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തില്ല എന്നിടത്തും കുഴപ്പമില്ല. നേരെ അടിയിലേക്ക് വയ്ക്കുക. നേരത്തേനേക്കാൾ നേരെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ നേരെ അളവ് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. നേരത്തെ കൂട്ടി കൊടുത്ത അളവിൽ നിന്നും കുറച്ച് കൊടുത്തു. ഇതിന് കുറച്ച് കൊടുത്ത അളവിൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് കൊടുത്ത അളവിൽ നിന്ന് എന്ത് ചെയ്യും, കൂട്ടി കൊടുത്ത അളവിൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും. ഓക്കെ, നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കി, അത് മേളിൽ നിന്നും താഴെയിൽ നിന്നും അടിയിലേക്ക് പോകണ ഒരു ഫീൽ പൊങ്ങ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കാണിക്കാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രീമിയർ പ്രോയിൽ എന്ത് ചെയ്യുക, ലീനിയർ വൈപ്പുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടം പോലെ ഇത് കിട്ടും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് എന്നൊക്കെ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസുകൾ കിട്ടും. ബാക്ക്ഗ്രൗണ്ടും അനിമേഷൻ ആയിട്ടുള്ള വീഡിയോസുകളെല്ലാം ഇഷ്ടംപോലെ വീഡിയോസുകൾ കിട്ടും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറെന്നോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസെന്നോ ഇഷ്ടംപോലെ ഇത് മറ്റേ ഓൺലൈനിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് നോക്കാം. അപ്പോൾ ഒരു സാമ്പിൾ കാണിച്ച് തരികയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ അടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഭംഗി തോന്നുക. ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കണ്ടോ ഭംഗി തോന്നും. അപ്പോൾ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, അത് അതിൻ്റെ ഉള്ളിലൂടെ മൂവ് ആവുന്ന സമയത്ത് നോക്കിയാൽ അത് കുറച്ചുകൂടി ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ഫുൾ സ്ക്രീനായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, അതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫുൾ സ്ക്രീനാക്കിയിട്ട് ഞാൻ സ്പേസ് ബാർ അടിച്ച് ടൈം ലൈനിലൂടെ റൺ ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന സമയത്തായപ്പോലും കണ്ടോ പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, ടെക്സ്റ്റൊക്കെ ആനിമേറ്റ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കില്ലുകൾ തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പല പല മോഡൽസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ലീനിയർ വൈപ്പ് ചെയ്ത് നോക്കുക. ഇത് പോകണമെങ്കിൽ തന്നെയാണ് കൂടുതലായിട്ടും ആഡുകളല്ലേ, മറ്റേ ജ്വല്ലറിയുടെ ആഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഡ്രസ്സുകളുടെ കടയുടെ ആഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്തു കൊടുക്കുക. അപ്പം ഞാൻ സെപ്പറേറ്റ് ഒരു ഓഡിയോയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എന്താ പറയുക ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസിൽ എന്ത് ചെയ്യുക, ആർട്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.